ഹായ് കൂട്ടുകാരെ, എൻ്റെ പൊന്നായി ആരെയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാവോ? വേറെ ആരെയല്ല, അവൻ്റെ അപ്പനെ തന്നെ. ഇന്ന് നല്ല കാറ്റും മഴയൊക്കെ ഉള്ളത് കാരണം ജോലിക്ക് പോകാൻ അച്ചയ്ക്ക് കഴിഞ്ഞില്ല. അച്ചയെ സംബന്ധിച്ച് അതൊരു സങ്കടകരമായുള്ള കാര്യമാണെങ്കിലും ഞങ്ങളുടെ പൊന്നായിക്ക് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവന് എന്നെക്കാളും കംഫർട്ടായിട്ട് അച്ചയുടെ അടുത്താണ് ഇരിക്കുന്നത്. അത്രേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അപ്പം മോനെ എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി. ഒപ്പം ഞാനും. പൊന്നായിയെ സംബന്ധിച്ച് അവന് കുറേ നേരം വീട്ടിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ബോറിങ്ങാണ്. ഒന്നാമതേ ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ കളിക്കാൻ പിള്ളേരോ ആരുമില്ല. ഞാനും അമ്മയും മാത്രമേ സാധാരണ ദിവസങ്ങളിൽ വീട്ടിൽ കാണത്തുള്ളൂ. അച്ഛയുള്ള ദിവസങ്ങളിലും അപ്പയുള്ള ദിവസങ്ങളിലും എല്ലാം ഇങ്ങനെ വെളിയിലൊക്കെ അവനെ കാഴ്ച കാണിക്കാൻ കൊണ്ടുപോകും. ശരിക്കും ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് തന്നെ ദൂരദേശത്തോട്ടൊന്നും കാഴ്ച കാണാൻ പോകണ്ട. വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ മതി. എന്തോരം ചെടികളൊക്കെയാണെന്നറിയാവോ കാണാൻ. പൊന്നായിയുടെ ബോറടി മാറ്റുന്നതിൻ്റെ കൂടെ ഞങ്ങൾക്കും കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു ഡയറി കണ്ടു. അതിൽ അച്ഛൻ കുറേ കവിതകൾ സ്വന്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കവിതകൾ അച്ഛൻ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ നടക്കുന്നതിന് കൂടെ ഞങ്ങൾ ആ വീഡിയോസും ഇങ്ങനെ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അവൻ്റെ അപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെപ്പോലും വേണ്ട. പിന്നെ ഞങ്ങളുടെ പ്രദേശത്തിലെ ഏറ്റവും കൂടുതലുള്ളൊരു സാധനമാണ് കൈതച്ചക്ക. ഞങ്ങൾ പത്തനംതിട്ടക്കാരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേനും ഇവിടെ ഇടുക്കിക്കാർ പറയുന്നത് കന്നാര ചക്ക എന്നാണ്. അങ്ങനെ പല പ്രദേശവും പല പേരുകളാണ് പറയുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അവൻ്റെ കളിയും ചിരിയൊക്കെ തുടങ്ങി. കുറേ നേരം അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്രോഷറ്റിൻ്റെ വീഡിയോസ് ഇടാത്തതിന് കാരണം തന്നെ ഇവനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ആ വീഡിയോസൊക്കെ എടുക്കാൻ. അഥവാ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി ട്രൈപോഡെല്ലാം സെറ്റായി വരുമ്പോഴത്തേനും ഇവിടെ ഇതാണ് കളി. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ക്രോഷറ്റിൻ്റെ വീഡിയോസ് താമസിക്കാതെ ഞാൻ ക്രോഷറ്റിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. ബൈ ബൈ.